ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ രണ്ടാം വരവ് കഴിഞ്ഞ ജനുവരി മാസത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം ലോകമെങ്ങുമുള്ള സംഘർഷ ഭൂമികളിൽ അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പുമായി ചെല്ലുന്നുണ്ട്. ആവുന്ന വിധത്തിൽ വെടിനിർത്തലുകൾക്ക്, അത് റഷ്യയും യുക്രൈനും തമ്മിലായാലും ഫലസ്തീനും ഇസ്രായേലും തമ്മിലായാലും ഒക്കെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എല്ലായിടത്തും ഉണ്ട്, സജീവമാണ് അദ്ദേഹം. അതേ സമയത്ത് തന്നെ ആഭ്യന്തരമായും വലിയ പോരാട്ടത്തിലാണ് ട്രംപ് കൈവകാത്ത മേഖലകളില്ല. കുടിയേറ്റക്കാരെ നേരിടുന്നുണ്ട്, എല്ലാ തരത്തിലും. അതിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹം കൈവച്ചതും വലിയ വലിയ കോലാഹലങ്ങളും ഉണ്ടാക്കിയതും അമേരിക്കൻ യൂണിവേഴ്സിറ്റികൾക്ക് നേരെ അദ്ദേഹം നടത്തിയ കടുത്ത നിയന്ത്രണങ്ങളാണ്. അത് വലിയ ഒച്ചപ്പാടുണ്ടാക്കിയിട്ടുണ്ട്. വലിയ സമരങ്ങൾ പല യൂണിവേഴ്സിറ്റികളിലും വരുത്തി വെച്ചിട്ടുണ്ട്. സത്യത്തിൽ ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ ലോകമെങ്ങുമുള്ള മനുഷ്യരുടെ വലിയൊരു പറുദീസയായ അമേരിക്കയിൽ യൂണിവേഴ്സിറ്റികൾക്ക് മേൽ ട്രംപിനെ പോലൊരാൾ ഈ പുതിയ കാലത്ത് ഇത്ര കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതിൻ്റെ പിന്നിൽ വേണ്ടത്ര പുറം ലോകം അറിയാത്ത ചില രഹസ്യങ്ങൾ എന്തെങ്കിലും കാണുമല്ലോ. സാറിനെ പോലെ ഒരു അക്കാഡമിക് അതെങ്ങനെയാണ് അതിനെ ഉണ്ട് എന്നുള്ള കാര്യമാണ് വസ്തു. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1967 സൗദി അറേബ്യ ഒരു സർവകലാശാല അവിടെ ഉണ്ടാക്കി, കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റി. അറേബ്യയിൽ സൗദി അറേബ്യയിൽ ഉണ്ടാക്കി. കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റി, KAU എന്നാണ്. ആ യൂണിവേഴ്സിറ്റി ശരിക്കും പറഞ്ഞാൽ അത് ഗവൺമെൻറ് ഏറ്റെടുക്കുന്നതാണ് 67. അതിന് മുൻപ് ആ യൂണിവേഴ്സിറ്റി ഒരാൾ സ്ഥാപിച്ചു. അങ്ങനെയാണല്ലേ? സ്ഥാപിച്ചിട്ട് അത് ഗവൺമെൻറ് ഏറ്റെടുത്താണ്. അതിൽ എന്നിട്ട് കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റി എന്ന് പേര് കൊടുക്കുകയാണ്, KAU എന്ന് പേര് കൊടുക്കുകയാണ്. ആ യൂണിവേഴ്സിറ്റിയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഒന്ന് എന്താണെന്ന് വെച്ചാൽ വഹാബിസത്തിൻ്റെ പ്രചാരണമാണ്. അറേബ്യക്ക് സ്വാഭാവികം, അതെ, ന്യായമായി. വഹാബിസത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടിയിട്ട് ഇസ്ലാമിക് പെട്രോ ഡോളർ രാജ്യങ്ങൾ മുഴുവനും സംഭാവന കൊടുത്തു കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റിക്ക്. ഈ കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റിക്ക് ഇങ്ങനെ കൊടുത്ത സംഭാവനകൾ യൂറോപ്പിലെയും അമേരിക്കയിലെയും ഓസ്ട്രേലിയയിലെയും കാനഡയിലെയും സർവകലാശാലകൾക്കാണ് ഏറ്റവും കൂടുതൽ അതിൽ നിന്ന് ഫണ്ട് കൊടുത്തത്. കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റിയുടെ ഈ ഫണ്ട് ലോകത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റിക്കും കൊടുക്കുന്നുണ്ട്. അത് 80 തുടങ്ങിയാണ് അത് വ്യാപകമായിട്ട് കൊടുത്തു തുടങ്ങുന്ന ഒരു കാലം വരുന്നത്. 1980 തുടങ്ങി. പണം കൊടുത്തോട്ടെ സാർ, പക്ഷെ കണ്ടീഷനിലാണോ? അത് കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിക് സ്റ്റഡീസിൻ്റെ പ്രചാരണം, ഇസ്ലാമിക് കൾച്ചറിൻ്റെ പ്രചാരണം, ഇസ്ലാമിസത്തിൻ്റെ പ്രചാരണം എന്ന് പറഞ്ഞാൽ അവരുടെ വെർഷനിലുള്ള ഇസ്ലാമിന്, അവരുടെ വെർഷൻ വഹാബിസത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടിയാണ് ഇത് മുഴുവനും കൂടി കൊടുത്തത്. അപ്പോൾ ഇത് നമ്മൾ വാങ്ങിച്ചോ? അത് പറഞ്ഞാൽ ഇത് ഒന്ന്. രണ്ടാമത് അവർ ഇൻവെസ്റ്റ് ചെയ്തത് മീഡിയയിലാണ്. കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റി മീഡിയയിലാണ്. മൂന്നാമത് ഇൻവെസ്റ്റ് ചെയ്തത് എഴുത്തുകാരുടെ അവാർഡുകൾ നിർണയിച്ചു കൊടുക്കുന്നതിലെ സ്വാധീനത്തിലാണ്. ക്രിയേറ്റീവ്. ഈ 3 കാര്യങ്ങളിലാണ് അവർ പണം ശരിക്കും ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ വളരെ വളരെ പ്രധാനപ്പെട്ട മർമ്മപ്രധാന മേഖലകളാണ് അല്ലേ? അതെ, അത് പിടിച്ചു അവർ. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഇതും കൂടെ ഒരു കിങ് അബ്ദുൽ അസീസ് ഫൗണ്ടേഷൻ ഉണ്ടാക്കി. ഇത് കൂടാതെ യൂണിവേഴ്സിറ്റി കൂടാതെ കിങ് അബ്ദുൽ അസീസ് ഫൗണ്ടേഷൻ ഉണ്ടാക്കി. ഈ കിങ് അബ്ദുൽ അസീസ് ഫൗണ്ടേഷനിൽ നിന്ന് പണം വാങ്ങിയിട്ടാണ് ജമാഅത്തെ ഇസ്ലാമി 1980 ഇവിടെ മാധ്യമം തുടങ്ങുന്നത്. അത് ആ ഫൗണ്ടേഷൻ്റെ ഫണ്ടിൽ നിന്ന് തുടങ്ങിയതാണ്. ശരിയാണ് താനും. മീഡിയ മേഖലയിൽ നിക്ഷേപിക്കുന്നു. പിന്നെ അത് മാത്രമല്ല, അവരാണ് വഹാബിസ്റ്റ് ഭക്ഷണ രീതിയും വഹാബിസ്റ്റ് വസ്ത്രധാരണത്തിൻ്റെയും പ്രചാരണം ഏറ്റെടുത്തത്. ആര്? ജമാഅത്തെ ഇസ്ലാമി. പിന്നെ അവരല്ലേ ഈ ബുർക്കയും ഇതൊക്കെ കൊണ്ടുവന്നത്. വേഷവിധാനത്തിൽ പങ്കുണ്ട് അവർക്ക്. മറ്റവർ, ഞാൻ ചോദിക്കട്ടെ, കച്ചി തുണി എന്നാണ്, കാച്ചി തുണി. ഈ കാച്ചു തുണിയും തട്ടവുമായിരുന്നു വേഷം. നല്ല വേഷമായിരുന്നു, ഒറിജിനൽ അതാണ്, ജെനുവിൻ അതാണ്. അല്ല, കാച്ചി തുണിയും തട്ടവുമായിരുന്നു ഈ മുസ്ലിം സ്ത്രീകളുടെ വേഷം. അതിനെ പർദ്ദയിലേക്ക് മാറ്റുന്നതിന് വേണ്ടി പ്രവർത്തിച്ചത് ജമാഅത്തെ ഇസ്ലാമിയാണ്. സാർ, അപ്പോൾ ഐഡിയോളജിക്കലി വഹാബി മൗദൂദി എങ്ങനെ ഒത്തുപോകുന്നത്? ഐഡിയോളജിക്കലി വഹാബി മൗദൂദി ഒത്തുപോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കുഴപ്പമുള്ളത്? മൗദൂദി ഇത് തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത്? അല്ല, മൗദൂദി ഇത് പറഞ്ഞിട്ടില്ല സാർ. മറ്റേത് കിങ്ഡം ആണ്. കിങ്ഡം. ഇത് ഇസ്ലാമിക് സ്റ്റേറ്റ് ആണ്. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമില്ല. ഒരാൾ ഭരണാധികാരി ഉണ്ടെന്നേ ഉള്ളൂ അല്ലേ? ഭരണാധികാരി ഉണ്ടെന്നില്ല. പക്ഷേ റൂളും ആക്ടും ഒക്കെ ഒന്ന് തന്നെയല്ലേ? രണ്ടുപേരും പറഞ്ഞ എന്താണ്? ശരീഅത്ത് നിയമമാണ് അത് പറഞ്ഞാണ്. അപ്പോൾ പിന്നെ ആ പ്രശ്നം വരുന്നില്ല. പിന്നെ ആ ശരീഅത്ത് നിയമം ആര് നടപ്പിലാക്കണം എന്ന കാര്യത്തിലുള്ള ചെറിയൊരു അഭിപ്രായ വ്യത്യാസമാണ് ഉള്ളത്.
ഓക്കെ. കിങ് അബ്ദുൽ അസീസ് ട്രസ്റ്റിന്റെ കാസ്റ്റ് ഇവിടെ മാധ്യമം വാങ്ങി ജമാഅത്തെ ഇസ്ലാമി മറ്റാർക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും? ഗവൺമെന്റ് വാങ്ങിച്ചിട്ടുണ്ടോ? ഗവൺമെന്റ് ഇന്ത്യയിലെ ഒരു VC എന്നുള്ള നിലയിൽ ഞാൻ ചോദിക്കുകയാണ് സാർ. ഗവൺമെന്റിന് കിട്ടിയിട്ടില്ല, പക്ഷേ ചില സർവകലാശാലകൾക്ക് ഇവർ ഫണ്ടിങ് നടത്തിയിട്ടുണ്ട്. യൂണിവേഴ്സിറ്റീസിന് ഇന്ത്യയിലും? ഓ യെസ്. കാരണം ഇന്ത്യയിൽ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇസ്ലാമിക് സ്റ്റഡീസ് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഫണ്ടിങ് നടത്താൻ യൂണിവേഴ്സിറ്റിയിൽ പ്രൊവിഷൻ ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ സാറിന്റെ യൂണിവേഴ്സിറ്റിയാണ് അറബി ആദ്യമായിട്ട് ലോകത്തിൽ ഞാൻ കൊണ്ടുവന്നാണ്. അതിനൊന്നും ഇവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവർക്ക് അറബിയിൽ എന്ത് താല്പര്യം? ശരി. നമ്മൾ ഒരു ഭാഷ എന്ന നിലക്ക് അറബി പ്രചരിപ്പിക്കുന്നതിൽ അവർക്ക് ഒരു താല്പര്യവും ഇല്ല. അവർക്ക് ഈ മതം പ്രചരിപ്പിക്കുന്നതിൽ അവരുടെ അപ്പൊ നമ്മൾ ഇതിൽ വരണമെന്നുണ്ടെങ്കിൽ 13,184 മില്യൺ അമേരിക്കൻ ഡോളർ ഈ അമേരിക്കയിലെ മേജർ സർവകലാശാലക്ക്, ഹാർവാർഡ് മുതൽ ഇങ്ങോട്ടുള്ള മേജർ സർവകലാശാലകളിലേക്ക് ഈ കിങ് അബ്ദുൽ അസീസ് ഫൗണ്ടേഷനും യൂണിവേഴ്സിറ്റിയും കൂടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെ അതെ. ഹാർവാർഡിന്, ടെക്സാസിന് ഞാൻ കണ്ടു. കാലിഫോർണിയ, ഹാർവാർഡ്, ടെക്സാസ്, പിന്നെ ഇങ്ങനെയുള്ള എല്ലാ മേജർ യൂണിവേഴ്സിറ്റിയിലേക്കും കൊടുത്തിട്ടുണ്ട്. ഓ, ഇത്രയും മില്യൺ. അല്ല, അമേരിക്ക പോലെ ഒരു രാജ്യത്തേക്ക് വഹാബിസം അല്ലെങ്കിൽ വഹാബി ഇസ്ലാം പ്രചരിപ്പിക്കാനുള്ള കണ്ടീഷനോട് കൂടിയിട്ട് അതേ വാങ്ങിച്ചും ചെയ്തു. അവർ യൂണിവേഴ്സിറ്റി വാങ്ങിക്കുകയും ചെയ്തു. അവർക്ക് അത് അലൗഡാണോ സാർ അവിടുത്തെ? അവിടെ അല്ല, അത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി അല്ലേ? എല്ലാ യൂണിവേഴ്സിറ്റികളും സ്വകാര്യമാണ്. അവിടെ സ്വകാര്യമാണല്ലോ, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി അല്ല, ഗവൺമെന്റ് ഫണ്ടിങ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഓ, അപ്പോൾ ഈ ഗവൺമെൻറ്റാണ് മേജർ ഫണ്ട് കൊടുക്കുന്നത്. പക്ഷേ ഈ ഫണ്ട് ഇങ്ങനെ മേടിച്ച് ഇവർക്ക് അതിൻ്റെ ഒന്നാമത്തെ വ്യവസ്ഥ എന്താണെന്ന് വെച്ചാൽ ആൻറ്റി സയനിസ്റ്റ് പ്രൊപ്പഗണ്ടയും ജൂതവിരോധവും ഉണ്ട്. ഈ സെൻ്ററുകളെല്ലാം ഈ ആൻറ്റി സയനിസ്റ്റ് പ്രചരണവും ജൂതവിരോധവും പഠിപ്പിക്കുന്നു എന്നുള്ളത് അന്വേഷണത്തിൽ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൽ നിയന്ത്രണം ട്രംപ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് അതിൻ്റെ കാരണം. അത് പക്ഷേ നമ്മുടെ നാട്ടിലെ ഈ പാവപ്പെട്ട മുസൽമാനോടൊന്ന് പറയേണ്ടതും അറിയേണ്ടതും ഒക്കെയാണ്. അല്ല, ഇതാണ് അതിൻ്റെ കാരണം. ഇതിൻ്റെ പ്രചരണത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ജൂതന്മാരാ കാരണം ഫണ്ടാണ് കിട്ടുന്നത്. ഒന്ന് അമേരിക്കക്കാരെ കുറിച്ചൊരു തമാശ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ബൈബിളിലൊരു വാക്യമുണ്ടല്ലോ, യു കനോട്ട് സെർവ് ദ ടു മാസ്റ്റേഴ്സ് അറ്റ് ദ സെയിം ടൈം. അതായത് മറ്റേ ചെകുത്താനെയും മേമനെയും ഒരേ സമയത്ത് നിങ്ങൾക്ക് സേവിക്കാൻ പറ്റില്ല. അപ്പോൾ അവർ പറഞ്ഞ യെസ് വി ടുക്ക് എ വെരി ബോൾഡ് ഡിസിഷൻ. എന്താണെന്നറിയാല്ല, ദൈവത്തെ വിട്ടിട്ട് ചെകുത്താനെ സേവിച്ച് രണ്ടുപേരെ പറ്റില്ലാത്തല്ലേ പറഞ്ഞിട്ടുള്ളൂ, ഒരാളെ ആകാമല്ലോ, ദൈവമേ ആകാമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് പണത്തോടുള്ള അട്രാക്ഷൻ കാരണമാണ് ഇവരിത് ചെയ്തത്. ഇപ്പോഴെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ ശക്തമായ രീതിയിൽ ഈ ജൂതവിരോധത്തിനെതിരെ ഉള്ളൊരു ചെറുത്തുനിൽപ്പ് കൂടി അവിടെ വരുന്നുണ്ട്. തിരിച്ചടി. അപ്പോൾ ഇതിനെ നേരിടാതിരിക്കാൻ ട്രംപ് അഡ്മിനിസ്ട്രേഷന് കഴിയില്ല, നേരിട്ടേ പറ്റൂ. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അവിടെ വ്യാപകമായിട്ട് ഈ സർവകലാശാലകളിൽ മുഴുവൻ ഓഡിറ്റിംഗ് നടത്തിയപ്പോൾ കണ്ടെത്തിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇവിടുത്തെ പോലെ തന്നെയാണ്. കാരണം ഞാൻ നിങ്ങൾക്കൊരു ഫണ്ട് തരുമ്പോൾ ഒരു സെറ്റ് ഓഫ് നോംസ് ഉണ്ട്. ആ പർപ്പസിനെ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ആ പർപ്പസിന് പുറത്ത് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തി എന്നുള്ളതാണ് എൻ്റെ അടിസ്ഥാന പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് അവർക്കെതിരെ ട്രംപ് നടപടിക്ക് ശുപാർശ ചെയ്തേക്കാണ്. ഇവിടെയും നമുക്ക് ഇപ്പോൾ ഈ വിദേശ നാണയ വിനിമയത്തിൽ പ്രശ്നങ്ങൾ വരുന്നു എന്ന് പറയുന്നില്ല. അതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി പൈസ കിട്ടുന്നു. ആ പൈസ എടുത്തിട്ട് നിങ്ങൾ പുട്ടടിക്കുകയാണ് ഇവിടെ സാധാരണ ചെയ്യാറില്ല, എനിക്കുമാർ ചെയ്യുന്നത്. അത് കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ FCRI റദ്ദ് ചെയ്യപ്പെടും. അപ്പോൾ ഈ FCRI പോലുള്ളൊരു കാര്യം അവിടെ റദ്ദ് ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്കും, എന്ന് മാത്രമല്ല ഗവൺമെൻറ് കൊടുക്കുന്ന ഫണ്ടിങ്ങിന് കർശനമായ വ്യവസ്ഥ വെക്കുകയും ആ വ്യവസ്ഥ പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ ഫണ്ട് കൊടുക്കില്ല എന്ന് പറയുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാന ഘടകം. യൂണിവേഴ്സിറ്റിയുടെ ഫംഗ്ഷനിങ്ങിനെ വരെ എത്ര കോടി രൂപ വരും നോക്കിയാൽ ഈ പൈസ ഇത് മാത്രം എത്ര കോടി രൂപ വരും. അതിൽ ഏറ്റവും രസമുള്ളത് 600 മില്യൺ കൊടുത്തിട്ടുള്ളത് ആരാന്നറിയാമോ? 600 മില്യൺ ഒറ്റ അടിക്ക് കൊടുത്തിട്ടുള്ളത് ഖത്തറാണ്. ചെറിയ രാജ്യമാണ്, പക്ഷെ 600 മില്യൺ കൊടുത്തു. ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളും കൊടുത്തു.
ഇതൊക്കെ കൊടുക്കുന്നത് അമേരിക്കൻ യൂണിവേഴ്സിറ്റികൾക്കാണ്. അമേരിക്കൻ യൂണിവേഴ്സിറ്റിക്കാണ്. യൂറോപ്പിലുണ്ട്. തീർച്ചയായിട്ടും യൂറോപ്പിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും കാനഡയിലും യൂണിവേഴ്സിറ്റികളിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബീജം ഉണ്ടല്ലോ, ആ മെസ്സേജ് ഉണ്ടല്ലോ, അത് ലോകം മുഴുവൻ പോയിക്കോളും, സ്പ്രെഡ് ഔട്ട് ആവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്താണെന്ന് വെച്ചാൽ ഈ വ്യാപകമായ രീതിയിൽ ഇസ്ലാമിക് ലിറ്ററേച്ചറിനെ കുറിച്ചുള്ള പഠനം വന്ന്. പക്ഷേ ഇതിനൊരു മറുവശവും കൂടിയുണ്ട്. ആ മറുവശം എന്താണെന്ന് വെച്ചാൽ ഇതൊരു പഠനം, ഇത് ഒരു ഓപ്പൺ ചെയ്തിട്ട് പഠനം ആരംഭിക്കുകയാണ്. പഠനം ആരംഭിച്ചു കഴിയുമ്പോൾ ഒരു സ്ഥലത്ത് മാത്രം പഠനം നിൽക്കില്ല, മറുവശവും കൂടി ഓട്ടോമാറ്റിക്കായിട്ട് വരും, പഠിച്ചു പോകും. അല്ലെങ്കിൽ വേറൊരാൾ പറയും, ഇതിങ്ങനെ പറഞ്ഞാൽ ഇതിന് ഇങ്ങനെയും കൂടി ഒരു അർത്ഥമുണ്ടല്ലോ എന്ന് പറയും. തീർച്ചയായിട്ടും സയോണിസം, ജൂതായിസം എന്തുകൊണ്ട് വിമർശിക്കപ്പെടുന്നു എന്ന് അന്വേഷിക്കുമല്ലോ. എന്ന് പറയുമ്പോൾ അപ്പുറം അന്വേഷിച്ചു പോകും ആള് വിജ്ഞാനം. അങ്ങനെ ഇപ്പൊ ഏതോ ഒരു മല്ലാക്ക പറഞ്ഞില്ല, ഈ ഖുറാൻ ഇതാണ് പറഞ്ഞ, ഖുറാൻ ആരും വായിപ്പിക്കരുത്, തർജ്ജമ ചെയ്യരുത് എന്ന് പറഞ്ഞതിൻ്റെ കാര്യം കണ്ടവരൊക്കെ എന്നെയാണ് പറഞ്ഞത്. കണ്ടവരൊക്കെ ഇത് വായിച്ചിട്ട് അവരിതൊക്കെ പറയാൻ തുടങ്ങിയത്. മുമ്പാണെങ്കിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് പോലെ ഒരു പഠനം വന്നു കഴിഞ്ഞാൽ, ആ സർവകലാശാലകളിൽ ഒരു പഠനം വന്നു കഴിഞ്ഞാൽ ആ പഠനത്തിൻ്റെ മറുവശവും കൂടി സ്വാഭാവികമായിട്ട് വരും. ഒരു കാരണവശാലും നിങ്ങൾക്ക് ഒരു സൈഡ് മാത്രമായിട്ട് അധിക കാലം മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇത് യൂറോപ്പിൽ സംഭവിച്ചിട്ടുണ്ട്. യൂറോപ്പിലെ സർവകലാശാലകളെല്ലാം തന്നെ ക്രിസ്തു മതത്തിൻ്റെ പ്രചാരണത്തിനും ആ ക്രിസ്റ്റോളജി എന്ന് പറയുന്ന വിശ്വാസത്തിൻ്റെ പ്രചാരണത്തിനും വേണ്ടി തുടങ്ങിയതാണ്. എല്ലാത്തിനും റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് യൂണിവേഴ്സിറ്റികൾക്കൊക്കെ. ഇപ്പോൾ ബെൽജിയത്തിലുള്ള ലുവൈൻ യൂണിവേഴ്സിറ്റി അടക്കമുള്ളത്. പക്ഷേ ക്രമേണ വരുമ്പോഴേക്കും എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ക്രിസ്റ്റോളജിക്കാർ ആഗ്രഹിക്കാത്ത തരത്തിലുള്ള പഠനങ്ങളും അതിൻ്റെ ഭാഗമായി വന്നു ചേരും. സാർ, ഒരു സംശയം കൂടി. പുതിയ പരിഷ്കാരത്തിൻ്റെ ഭാഗമായിട്ട് MBS തന്നെ ഈ ഒരു അപകടാവസ്ഥ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ പുതിയ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെക്കുമ്പോൾ ഇസ്ലാമിൻ്റെ വൈവിധ്യം ഏതാണ്ട് അദ്ദേഹം സ്വീകരിച്ചു വന്നല്ലോ. വൈവിധ്യമാർന്ന ഇസ്ലാമിനെ പോസിറ്റീവായിട്ട് ലോകത്തിന് പ്രചരിപ്പിക്കില്ല. അത് ഇപ്പോൾ പറ്റില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ, അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുഴുവൻ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻസ് മുഴുവൻ ചേഞ്ച് ചെയ്യേണ്ടി വരും. അത് അത്ര എളുപ്പത്തിൽ അല്ലാത്ത പക്ഷേ ഇപ്പോൾ വന്നു ചേർന്ന് നിൽക്കുന്നത് ഇസ്ലാമിനെ പ്രചരിപ്പിക്കാൻ എന്ന വ്യാജേന കൊടുക്കുന്ന ഈ കാശ് ഒരു ജൂത വിരുദ്ധത, ഒരു ഇസ്രായേൽ വിരുദ്ധത, അങ്ങനെ ഒരു പൊളിറ്റിക്കലായിട്ട് മാറുകയാണ്. അത് കൾച്ചറലായിട്ട് പോകേണ്ട. അത് പൊളിറ്റിക്കൽ എന്താ കാരണം എന്താണെന്ന് വെച്ചാൽ, അത് വേറൊരു കാര്യമുണ്ട്. ഇസ്ലാമിൻ്റെ ബ്ലഡിൽ പൊളിറ്റിക്സ് ഉണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ നമ്മൾ എന്തൊക്കെ പറയുമ്പോഴും ഉമ്മറും അബൂബക്കർ പ്രവാചകൻ്റെ ചരമ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയപ്പോൾ അവിടെ കൂടിയിരുന്നവരെ വെച്ചിട്ട് ഉമ്മർ അധികാരത്തിലേക്ക് വരികയാണ് ചെയ്തത്. അല്ല, ആദ്യം അബൂബക്കറിനെ കൊണ്ടുവന്നു കാലത്തേക്ക്, പിന്നെ ഉമ്മർ കാലത്തേക്ക്. അല്ല, ഉമ്മർ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഉമ്മർ വന്നതെന്ന് വെച്ചാൽ ഒരു നേർവഴിക്കല്ല, ഇത്തിരി വലിയ വിമർശനങ്ങളുണ്ട് അന്ന് മുതൽ. അല്ല, ഇത്തിരി വളഞ്ഞ വഴിക്കാണ്. ആദ്യം അബൂബക്കർ വന്നു, അബൂബക്കറും പിന്നെ അലിയുമായിരുന്നു. അല്ല, അന്ന് തർക്കം വന്ന അബൂബക്കറും അലിയുമായിട്ടാണ്. അലി എന്ത് ചെയ്യുന്നു വെച്ചാൽ, മാമയുടെ മറ്റേ ശവസംസ്കാരത്തിന് പോയി കഴിഞ്ഞപ്പോഴേക്കും അമ്മായിയപ്പനായ അബൂബക്കർ എന്ത് ചെയ്യുന്നു വെച്ചാൽ, അവിടെ കൂടിയ 4 പേരെ വെച്ചിട്ട് ഇതേ ഇവിടെ വന്നേ എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചിട്ട് എടുത്തതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അലിയെ ദ്രോഹിക്കാവുന്നതിൻ്റെ പരമാവധി ദ്രോഹിച്ചു. അബൂബക്കർ മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇസ്ലാമിൽ ഇല്ലാത്തൊരു സിസ്റ്റം കൊണ്ടുവന്നു. അതെന്താണെന്ന് വെച്ചാൽ, അബൂബക്കർ നോമിനേറ്റ് ചെയ്ത ഇയാളാ, നോമിനേഷൻ ഇല്ല. പിന്നെ ഉസ്മാൻ വന്നു, അപ്പോഴും അലി വന്നില്ല. അല്ല, നോമിനേഷൻ ഇല്ല. 4ാമത്തെ ആളായിട്ടാണ് അലി വരുന്നത്. അലിയാണെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് കൊല്ലുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം. അതുകൊണ്ട് ദർ ഈസ് പൊളിറ്റിക്സ് ഇൻ ഇസ്ലാം. അപ്പോൾ ആ പൊളിറ്റിക്സിനെ മാറ്റിവെക്കാനായിട്ട് ഇയാൾക്കും പറ്റില്ല, MBSനും കഴിയില്ല. അല്ല, അത് റിലീജിയൻ്റെ ഭാഗമാണത്. പക്ഷെ അമേരിക്കക്ക് അത് പറ്റണം അല്ലേ? അത്തരം അല്ല, അമേരിക്കയിൽ എന്ന് വെച്ചാൽ ഈ കാശ് ഇവർ ഇത്രയും മുടക്കിയത് കൊണ്ട് ഇവർ ഉദ്ദേശിച്ച ഫലം ഇനി അമേരിക്കയിൽ നിന്ന് കിട്ടണമെന്നില്ല. കാരണം അതിൻ്റെ ഒരു ലിബറൽ സ്ട്രക്ചറിൽ എന്താ സാധ്യത? ഫണ്ടിങ് നിന്ന് പോവോ? ഫണ്ടിങ് നിന്ന് പോകും കുറേ കഴിയുമ്പോഴേക്കും സ്വാഭാവികമായിട്ട്. ഇതിൻ്റെ ഫലമില്ലെങ്കിൽ പിന്നെ ഫണ്ടിങ് വേണ്ടാന്ന് വെക്കും. തീർച്ചയായിട്ടും. എന്തായാലും ഇത് ആളുകൾ അറിയട്ടെ, പ്രത്യേകിച്ച് ഈ അറേബ്യൻ മൂലധനം അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ എത്തുന്നതിൻ്റെയും അതിൻ്റെ റിസൾട്ടിൻ്റെയും ആത്യന്തിക ഫലമാണ് ട്രംപ് സ്വീകരിക്കുന്ന നിലപാട് എന്ന് മനസ്സിലാവാതെ പോകുന്നുണ്ട്. ട്രംപിന് അതേ ചെയ്യാൻ പറ്റുള്ളൂ. അത് ചെയ്യണം. കാരണം ട്രംപിൻ്റെ ഒരു സങ്കല്പത്തിൽ അതേ അയാൾക്ക് പറ്റുള്ളൂ, വേറൊന്നും ചെയ്യാൻ പറ്റില്ല. അതെ, അതിൻ്റെ ഒരു സാംസ്കാരിക സാമ്പത്തിക രാഷ്ട്രീയം കൂടി ജനം അറിയട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.